തങ്ങളുടെ ഡ്രൈവർ ജീവിതത്തിൽ ലഭിക്കുന്ന അപൂർവ സൗഭാഗ്യങ്ങളിൽ നിന്നായിരുന്നു സമസ്ത ശതാബ്ദി യാത്രയിലെ കഴിഞ്ഞ 10 ദിവസത്തെ അനുഭവങ്ങൾ. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം സമസ്ത ശതാബ്ദി യാത്ര നായകന്റെ വാഹനത്തിന്റെ ഡ്രൈവറായി സേവനം ചെയ്തു. അൽഹംദുലില്ലാഹ്, യാത്ര തീരുമാനിച്ചപ്പോൾ തന്നെ ഒട്ടേറെ ലക്ഷറി വാഹനങ്ങളുമായി പലരും വന്നിരുന്നെങ്കിലും അതൊന്നും തങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന എന്റെ കാറിൽ തന്നെ വരാം എന്നാണ് അത്ര തങ്ങൾ പറഞ്ഞത്. 10 ദിവസം നീളുന്ന ദീർഘയാത്രയായതിനാൽ കുറച്ചുകൂടി നല്ല വാഹനം ഉപയോഗിക്കാമെന്ന് പലരും പറഞ്ഞപ്പോഴാണ് തങ്ങൾ അതിന് സമ്മതിച്ചത്. അപ്പോഴും ധൂർത്തോ ആഡംബരമോ ഉണ്ടാവരുതെന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ തങ്ങളുടെ ഡ്രൈവറായി കൂടെ ചേരാൻ സാധിച്ചതിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ എന്റെ മനസ്സിൽ എക്കാലത്തും പച്ച പിടിച്ചു നിൽക്കും. തങ്ങളെ എന്റെ വാഹനത്തിൽ യാത്രയിലുടനീളം കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായെങ്കിലും മനസ്സിൽ വലിയ ആശങ്കയായിരുന്നു. പക്ഷേ എന്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റിക്കുന്നതായിരുന്നു ആ വലിയ മനുഷ്യന്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും. തങ്ങളുടെ ഡ്രൈവർ എന്ന് ആരെങ്കിലും പറയുമ്പോഴേക്കും തങ്ങൾ ഇടപെട്ട് തിരുത്തും. അവൻ ഡ്രൈവറൊന്നുമല്ല, ദുബൈയിലെ വലിയ കച്ചവടക്കാരനാണ്. തങ്ങൾക്ക് എന്നെ ഡ്രൈവർ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഹാരിസെ, ക്ഷീണമുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചോദിക്കും. തങ്ങളുടെ നിഷ്കളങ്കതയും സ്നേഹത്തിന്റെ ആഴവും മനസ്സിലാക്കിയ എത്രയോ സന്ദർഭങ്ങൾ. യാത്രയിൽ ഒരിക്കലും കണ്ണടക്കാതെ ഒരു സഹായിയെ പോലെ തങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോൾ തങ്ങൾക്ക് വലിയ ആവേശമാണ്. അവർ തമ്മിലുള്ള ആത്മീയ ബന്ധം അത്രത്തോളം ഉണ്ടല്ലോ. ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ എല്ലാം കേട്ടിരിക്കും. യാത്രക്കിടയിൽ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കഴിക്കുമ്പോൾ എന്നെയും കഴിപ്പിക്കാൻ തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണാം. കോഓർഡിനേറ്ററായ മോയിൻകുട്ടി മാസ്റ്റർ കൂടെയുള്ളതിനാൽ സന്ദേശയാത്രയുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും സമയബന്ധിതമായി നടക്കും. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും തങ്ങൾ ശ്രദ്ധിക്കുന്നതായി കാണാം. സന്ദേശയാത്രയിലെ ഓരോ ടീമിന്റെയും ഭക്ഷണം, താമസം തുടങ്ങി ഓരോ കാര്യങ്ങളും തങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നത് കാണാം. സ്വീകരണ സമ്മേളന നഗരിയിലേക്ക് തങ്ങളെ തിക്കിലും തിരക്കിലും പെടാതെ വേദിയിലെത്തിക്കാൻ പാടുപെടുന്ന വികായ വളണ്ടിയർമാരുടെ കഠിന പ്രയത്നങ്ങൾ തങ്ങൾ ഇടയ്ക്കിടെ പ്രാർത്ഥനയോടെ സ്മരിക്കും. തങ്ങളുടെ നേതൃപാഠവും തീരുമാനങ്ങൾ എടുക്കുമ്പോഴുള്ള കണിശതയും നേർക്ക് നേർ കാണാമായിരുന്നു. സമുദായം ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ട്. അനാവശ്യ വിവാദങ്ങളും സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിനെ നോവിച്ചെങ്കിലും എല്ലാം അതിജീവിക്കുന്ന കരുത്തനായ ഒരു നേതാവിന്റെ മികവ് അദ്ദേഹം തെളിയിച്ചു കൊണ്ടേയിരുന്നു. എല്ലാ ആശങ്കകളും പരിഹരിച്ച് യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വൻ ജനാവലി നിറഞ്ഞു കഴിയുമ്പോഴും സമസ്തക്കും സയ്യിദുൽ ഉലമക്കും ലഭിക്കുന്ന സ്വീകാര്യത കണ്ട് അഭിമാനം തോന്നിയിട്ടുണ്ട്. പ്രവർത്തകരുടെ ആവേശകരമായ ഓരോ സ്വീകരണങ്ങൾ കഴിയുമ്പോഴും സയ്യിദുൽ ഉലമ കൂടുതൽ ആത്മവിശ്വാസമായിരുന്നു. എങ്കിലും ഒട്ടും അഹങ്കാരമില്ലാതെ വിനയാനിത്വം ആ വലിയ മനുഷ്യൻ അതിനെ സ്വീകരിച്ചു. ഒട്ടേറെ ജീവിതാനുഭവങ്ങൾക്കിടയിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ലഭിച്ച യാത്രയിൽ നിന്ന്, മംഗലാപുരത്തെ ആയിരങ്ങൾ പങ്കെടുത്ത സമ്മേളന നഗരിയിൽ നിന്ന് നായകനോട് സലാം പറഞ്ഞു മടങ്ങുമ്പോൾ വേർപാടിന്റെ നൊമ്പരങ്ങളുണ്ടെങ്കിലും ഒളിമങ്ങാത്ത ഓർമ്മകൾ ബാക്കിയുണ്ട്. നാഥൻ സ്വീകരിക്കട്ടെ, അമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിസ് ദാനത്ത് പള്ളിപ്പുഴ, ചെയർമാൻ മാനേജിംഗ് ആൻഡ് ഡയറക്ടർ ദാനത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിസ് തങ്ങളോടൊപ്പമുള്ള ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്കും വല്ലാതെ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട ഹാരിസ്, നിങ്ങൾ വല്ലാത്തൊരു ഭാഗ്യവാനാണ്. വല്ലാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിച്ച ആ ഭാഗ്യം. എന്നിൽ ചെറിയ രീതിയിൽ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നതിലുപരി ഒരു അസൂയയാണെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഹാരിസ്, അത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യമുണ്ടല്ലോ, ആ ഒരു 10 ദിവസം പ്രിയപ്പെട്ട സയ്യിദുൽ ഉലമയുടെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ആ വല്ലാത്തൊരു 10 ദിവസം, ആ ജീവിതത്തിലെ അത് നിങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഹാരിസ്, നിങ്ങൾക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. ലക്ഷങ്ങളായിട്ടുള്ള സമസ്തയുടെ പടയാളികള്, സയ്യിദുൽ ഉലമയെ നെഞ്ചിലേറ്റുന്ന ലക്ഷങ്ങളിൽ ലക്ഷം വരുന്ന ആളുകള്, ആ ആളുകൾക്കൊന്നും ലഭിക്കാത്ത വല്ലാത്തൊരു സൗഭാഗ്യം. ഇന്നിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ഹാരിസ് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നാണ്. നിങ്ങളെ ഒന്ന്
ലക്ഷക്കണക്കിനായിട്ടുള്ള സമസ്തയുടെ പടയാളികൾക്കൊന്നും ലഭിക്കാത്ത ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യം, അതാണ് ഹാരിസ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഹാരിസ് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നാണ്, നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടണമെന്നാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ 10 ദിവസം 240 മണിക്കൂർ, അതിൽ നിങ്ങൾ ഉറങ്ങിയ നേരമല്ലാത്ത എല്ലാ നേരവും നിങ്ങളെ തങ്ങളെ അനുഭവിച്ചറിയുകയായിരുന്നു. സയ്യിദുൽ ഉലമയെ അനുഭവിച്ചറിയുകയായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഈ 240 മണിക്കൂറിൽ നിങ്ങൾ വളരെ തുച്ഛമായ നിമിഷങ്ങളായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. തുച്ഛമായ മിനിറ്റുകളായിരിക്കും തുച്ഛമായ മിനിറ്റുകളായിരിക്കും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകുക. എന്ന് പറഞ്ഞാൽ 240 മണിക്കൂറും ഓൾമോസ്റ്റ് നിങ്ങൾ ആ തങ്ങളെ സയ്യിദുൽ ഉലമയെ അനുഭവിച്ചറിയുകയായിരുന്നില്ല ഹാരിസ്. നിങ്ങളുടെ വാക്കുകൾ വായിക്കുമ്പോ ആ വായിക്കുന്ന മനുഷ്യൻ വൈകാരികമാവുകയാണ്, കണ്ണു നിറയുകയാണ്. കാരണം ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്കാർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണം ഹാരിസ്, നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം. ഈ 240 മണിക്കൂറിനെ കുറിച്ച് നിങ്ങൾ 2 പാരഗ്രാഫ് എഴുതിയാൽ പോരാ, ഞങ്ങൾക്കറിയാൻ ഒരുപാടുണ്ട്. ഈ 240 മണിക്കൂറിൽ എന്തൊക്കെയായിരുന്നു സയ്യിദുൽ ഉലമ നിങ്ങളോട് പറഞ്ഞു തന്നത്? നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കുട്ടിയെ പോലെ എല്ലാം കേട്ടിരിക്കുകയായിരുന്നു എന്ന്. ആ 240 മണിക്കൂർ എന്റെ സയ്യിദ്, ഈ ഉമ്മത്തിന്റെ സയ്യിദ് എങ്ങനെയായിരുന്നു തള്ളി നീക്കിയത്? നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ നിങ്ങളും സയ്യിദുൽ ഉലമയും ആ സമയത്ത് തങ്ങൾ ഏതൊക്കെ കിതാബുകളാണ് വായിച്ചു തീർത്തത്? തങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്? തങ്ങളും ശംസുൽ ഉലമയുമായുള്ള ബന്ധത്തെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഇത് ഞങ്ങൾക്കറിയണം ഹാരിസ്. അതിനുവേണ്ടി ഒന്ന് നിങ്ങളെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. ഈ പറയുന്ന ലോകത്തിന്റെ എല്ലാവിധ തിരക്കുകളിലും സമയം കണ്ടെത്താനാവാതെ കുഴങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ആ എല്ലാ തിരക്കുകളെയും മാറ്റി നിർത്തിക്കൊണ്ട്, അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് എന്റെ തങ്ങളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട നിങ്ങൾ തങ്ങളിൽ നിന്ന് കേട്ടത്, ആ തങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചത്, അത് അറിയണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമാ. കാരണം ശൈഖുനാ ശംസുൽ ഉലമയെ തർബീയത്തിൽ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിയാണ് എന്റെ തങ്ങൾ. ആ തങ്ങളുടെ വാക്കുകളിലെ പ്രവർത്തികള് അതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം എന്ന് പറയുന്നത് അത് വളരെ റയറസ്റ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് തങ്ങൾ അങ്ങനെ അത് പലപ്പോഴും തങ്ങൾ പലതും പറയാറില്ല എന്നുള്ളതാണ്. തങ്ങൾ പറയുന്നതൊക്കെയും ഈ ഉമ്മത്തിനുള്ള നസീഹത്തുകളാണ്, മാർഗനിർദ്ദേശങ്ങളാണ്. ഇതൊക്കെയാണ് തങ്ങൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. അതിനപ്പുറം ഞാൻ ഇന്നുവരെ ശംസുൽ ഉലമയുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തില് വളരെ പലപ്പോഴും തങ്ങൾ അതിന് വലിയ പിശുക്ക് കാണിക്കുന്നത് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശംസുൽ ഉലമയുമായിട്ടുള്ള അഗാധ ബന്ധത്തെ കുറിച്ച് സയ്യിദുൽ ഉലമ അങ്ങനെ വാചാലനാവുന്നത് കാണാറില്ലായിരുന്നു. അപ്പോ അത്തരത്തിൽ എന്തെങ്കിലും ശംസുൽ ഉലമയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്, തങ്ങളുടെ ജീവിത മുഹൂർത്തങ്ങളെ കുറിച്ച്, തങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച്, അങ്ങനെ തങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോ സ്വീകരണങ്ങളും കഴിഞ്ഞ് വലിയ ജനാവലി വന്ന് ഇരുകയും നീട്ടി ഈ ഉമ്മത്തിന്റെ നായകനെ സ്വീകരിച്ചു കൊണ്ടുപോയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഹാരിസേ നിങ്ങളുടെ വാഹനത്തിൽ വന്ന് കയറിയിരിക്കുമ്പോ അതേക്കുറിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. തങ്ങൾ വല്ലാത്തൊരു ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ തങ്ങളെ കണ്ടതാണ് പാണക്കാട്ടെ മക്കാമിലെ, വരക്കൽ മക്കാമിലെ ശംസുൽ ഉലമയുടെ ചാരത്ത്, കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്ത്, ചെറുശ്ശേരി ഉസ്താദിന്റെ ചാരത്ത് ഒക്കെ പോയി നിന്നിട്ട് വല്ലാത്തൊരു നിപ്പ് തങ്ങൾ നിന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിന് വേണ്ടി നിന്ന നിപ്പാണ്. തന്റെ മശായിഖന്മാരുടെ മുന്നിൽ വിനയാന്വിതനായിക്കൊണ്ട് പറയാതെ പറഞ്ഞ വാക്കുകള് ആ മുഖത്ത് നിന്ന് ഞങ്ങൾ വായിച്ചെടുത്തതാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഈ സ്വീകരണ സമ്മേളനങ്ങളിലെ ജനാവലിയെ കണ്ട് നിങ്ങളുടെ വാഹനത്തിൽ കയറിയപ്പോ നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും. അത് ഈ 2 പാരഗ്രാഫിൽ തീരുമോ ഹാരിസേ? 240 മണിക്കൂർ ജീവിതത്തിന്റെ അസുലഭ മുഹൂർത്തങ്ങള് ഹാരിസേ, വല്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങള്.
നിങ്ങൾക്കുള്ള ദുബൈയിലുള്ള ബിസിനസ് സാമ്രാജ്യവും നിങ്ങളുടെ തിരക്കും നിങ്ങളുടെ ബിസി ടൈമും നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ മക്കളും ഞാൻ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. ഹാരിസിന്റെ മക്കള് ലൈവില് സയ്യിദുൽ ഉലമയുടെ കൂടെ ആ വാഹനത്തിന്റെ സാരഥിയായിട്ട് അപ്പുറത്തിരുന്ന് ഇപ്പുറത്ത് സയ്യിദുൽ ഉലമയും ഇരിക്കുന്ന ചിത്രം ലൈവിൽ ടിവിയിലൂടെ ഇങ്ങനെ കാണുമ്പോ ഹാരിസിന്റെ മക്കള് വാപ്പ അതാ അതാ വാപ്പ അതാ വാപ്പ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി വാപ്പയെ കാണാത്ത ഹാരിസിന്റെ മക്കള് തുള്ളിച്ചാടുന്നത് ഞങ്ങൾ കണ്ടതാ. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഹാരിസെ നിങ്ങൾ ഇതിനിറക്കി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ വന്നിട്ടുണ്ടാവും? എന്റെ സയ്യിദുൽ ഉലമ എന്റെ വാഹനത്തിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പലരും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്റെ പൊന്നു ഹാരിസെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തില് അത് വല്ലാത്തൊരു സൗഭാഗ്യ. കാരണം സയ്യിദുൽ ഉലമയെ സ്നേഹിക്കാൻ ഒരു തൗഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ഒരു തൗഫീക്ക. ആ തൗഫീക്കിനൊപ്പം എന്റെ സയ്യിദുൽ ഉലമയെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ ഹാരിസെ നിങ്ങൾക്ക് കിട്ടിയ അവസരം അത് വല്ലാത്തൊരു തൗഫീക്കാണ് ഹാരിസെ. അത് നിങ്ങളുടെ മാതാപിതാക്കള് ഒക്കെ ചെയ്തതിന്റെ സുഹൃതമാണത്. എല്ലാവർക്കും കിട്ടൂലോ ഹാരിസെ, എല്ലാവർക്കും കിട്ടൂല. അതുകൊണ്ടാണ് ഹാരിസെ നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം. 10 ദിവസം മിനിമം 240 മണിക്കൂർ നിങ്ങൾ സയ്യിദുൽ ഉലമയുടെ കൂടെയാ ചെലവഴിച്ചത് അല്ലേ? അതില് ഈ 240 മണിക്കൂറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങള്, നിങ്ങൾ കേട്ട വാക്കുകള്, സയ്യിദുൽ ഉലമയുടെ സംസാരങ്ങള്, സ്നേഹം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞത്, ഇതൊക്കെ എങ്ങനെ ഹാരിസെ 2 പാരഗ്രാഫിൽ തീർക്കാൻ കഴിയും? സാധ്യമല്ല. അതുകൊണ്ട് ഹാരിസെ നിങ്ങളിൽ നിന്ന് ഒരുപാട് കേൾക്കാനുണ്ട് ഞങ്ങൾക്ക്. കാരണം നിങ്ങൾ സയ്യിദുൽ ഉലമയിൽ നിന്ന് അനുഭവിച്ചത്, ആ എക്സ്പീരിയൻസ്, അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതുകൊണ്ട് ഹാരിസെ ഒന്ന് കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു.